എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന റെസിപ്പി കൊഞ്ചുവടയാണ്. അപ്പോൾ കൊഞ്ചുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ ഇവിടെ ഒരു 1/4 കിലോ കൊഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചുവട വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതൊരു പഴയ വിഭവം കൂടെയാണ് കേട്ടോ. പഴയ ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് കൊഞ്ച് കൊണ്ട്. ഇപ്പോൾ കൂടുതലും കൊഞ്ച് കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊഞ്ച് റോസ്റ്റ് ആക്കാനും അങ്ങനെയൊക്കെയല്ലേ നോക്കാറുള്ളൂ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ മിക്സിയിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കുകയാണ്. കൊഞ്ച് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്ത കൊഞ്ചാണ്. അതിൻ്റെ പുറമെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ ഞരമ്പെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത കൊഞ്ചാണിത്. ഇത് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പേസ്റ്റ് പരുവത്തിലാക്കുമ്പോൾ ഭയങ്കര ഒരു പശപശപ്പാണിതിന്. അതിങ്ങനെ പൊടിയായിട്ടൊന്നുമല്ല, നല്ല ഒരു പശ പോലെയാണ് ഇത് ഇരിക്കുക. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ആ കൊഞ്ച് എന്തോരം ഒരു പേസ്റ്റ് പരുവത്തിലാണ് മാറിയിരിക്കുന്നതെന്ന്. ഇനി നമുക്ക് ബാക്കി പച്ചക്കറികളും കൂടെ അരച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എരിവിനായിട്ടൊരു പച്ചമുളകും. ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഒരെണ്ണമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും ഒരു പേസ്റ്റ് പരുവത്തിലല്ല, ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള പരുവത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതും കൂടെ നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന പ്രോൺസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കണം. ഇതാ ഇപ്പോൾ വളരെ നന്നായിട്ട് ഇതെല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. കൊഞ്ച് ഇങ്ങനെ വളരെ കട്ടിയുള്ളൊരു പേസ്റ്റായിട്ടിരിക്കുന്നത് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിനി നല്ല വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചാണ് ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇടാനായിട്ട് പോകുന്നത്. ഇത് കയ്യിലൊക്കെ നല്ലതുപോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പേസ്റ്റ് പരുവത്തിലായതുകൊണ്ട് സ്പൂൺ കൊണ്ട് കോരി വെളിച്ചെണ്ണയ്ക്കകത്തിട്ടുകയാണ്. ഇത് വേവാൻ അധികം ടൈമൊന്നും വേണ്ട, വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം ഇത് വറക്കാനായിട്ട് ഇട്ടാൽ മതി. ഇട്ട് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതാ ഇത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പഴയ ഒരു റെസിപ്പിയാണിത്. കുറേ പഴയ ആൾക്കാർക്ക്, വയസ്സ് ചെന്ന ആൾക്കാർക്കൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഇത് അറിയാമായിരിക്കും. നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ കുറച്ച് സമയം മാത്രമേ ഇത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുകയുള്ളൂ. കൊഞ്ചുകൊണ്ട് തീയലും അതുപോലെ റോസ്റ്റും ഒക്കെ കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടെയാണിത്. നമുക്ക് ബാക്കിയുള്ള കൊഞ്ചും ഇതുപോലെ വറുത്തെടുക്കാം. ഇതും ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടെയാണ് കേട്ടോ ഇത്. അല്ലെങ്കിൽ ഒരു സ്നാക്ക് പോലെ ഇത് കഴിക്കാം. ഇത് വെറുതെ കഴിക്കാൻ വളരെ രുചിയാണ്. അപ്പോൾ സ്നാക്കായിട്ട് വേണമെങ്കിൽ കൂടെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കൊഞ്ചുവട. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ.